സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ വളാഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണ നമ്മൾ പോകുമ്പോൾ സാധാരണ കാണാറുള്ള ഒരു പള്ളിയാണ് പൂക്കാട്ടിരി പാടത്ത്. എന്നാൽ ഈ പള്ളിയെക്കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ പള്ളിൻ്റെ അടുത്ത് പോയി അത് കാണാനോ അല്ലെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കാനോ ഒന്നും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ മജ്ലിസ് കോളേജിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് സമയം ഏകദേശം ഒരു 1:30 മണിയേക്കണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നി, നീ പള്ളിയിലൊന്ന് പോയി ളുഹ്ർ നിസ്കരിച്ചിട്ട് പോവാം, പള്ളി ഒന്ന് കാണും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ പള്ളി കാണാൻ വേണ്ടിയിട്ട് വരികയും അവിടുന്ന് ളുഹ്റെല്ലാം നിസ്കരിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ തോടിനടുത്താണ് ഈ പള്ളി നിൽക്കുന്നത്. അപ്പോൾ ഈ തോടിനടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറിയ പള്ളി കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കയറി ഒക്കെ കണ്ടു. ഈ പള്ളിനെ കുറിച്ച് ഒക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് നോക്കുമ്പോൾ ഈ പള്ളിക്ക് 140 കൊല്ലത്തിൽ അധികം പഴക്കമുള്ള പള്ളിയാണ്. പഴയ കാലത്ത് പാടത്തെല്ലാം ജോലി ചെയ്തിരുന്ന ആൾക്കാർ അവിടെ ഒരു പാറപ്പുറത്ത്, ഈ പള്ളീൻ്റെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പാറയാണ്. ആ പാറപ്പുറത്ത് ഇങ്ങനെ നിസ്കരിക്കും അവർ. ഈ പാറപ്പുറത്ത് സ്ഥിരമായിട്ട് ഇവർ ഈ പാടത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് പാറപ്പുറത്ത് കയറി നിസ്കരിക്കുന്നത് കണ്ട് ആ നാട്ടിൽ അന്നുണ്ടായിരുന്ന അഹമ്മദ് കുട്ടി പാപ്പ എന്ന് പറഞ്ഞ ആൾ ഇവരിങ്ങനെ പാറപ്പുറത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ മൂപ്പർക്ക് തോന്നി, ഇവിടെ ഒരു പള്ളി കയറ്റണം, ഒരു നിസ്കരിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഈ അഹമ്മദ് കുട്ടി പാപ്പ എന്ന് പറഞ്ഞ ആളാണ് ഈ പള്ളി അവിടെ നിർമ്മിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് അതിന് ഇറങ്ങിയത്. അങ്ങനെയാണ് ഈ പള്ളി അവിടെ വന്നിട്ടുള്ളത്. ഈ പള്ളി ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. പുതുക്കി പണിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴയ തനിമകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ കൂട്ടോ അല്ലെങ്കിൽ ജനലോ കട്ടിലോ മറ്റ് ഒന്നും മാറ്റം വരുത്താതെ തന്നെയാണ് ഈ പള്ളി ഒന്ന് പുനർനിർമ്മാണം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അന്നുണ്ടാക്കിയ അതേ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഫർണിച്ചറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ. നമുക്കറിയാം, ഇതിൻ്റെ ഈ ജനലിനൊന്നും അഴികളില്ല, വലിയ പൊളികൾ മാത്രമാണ്. അതുപോലെ തന്നെ ഈ മെഹ്റാബ് ഇതൊക്കെ അന്ന് ഉണ്ടാക്കി അതേ മാതിരി തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അടുത്ത് നിന്നാൽ പിന്നെ ഈ പരിസരവും ഈ തോടും പാടും ഒരു നല്ലൊരു പ്രകൃതി ഉള്ള ഒരു സ്ഥലത്താണ് ഈ പള്ളി. ഈ പള്ളിൻ്റെ അകത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴും അതുപോലെ തന്നെ പുറത്ത് നിന്ന് ഈ പള്ളി വീക്ഷിക്കുമ്പോഴും ഒക്കെ നല്ല കണ്ണിന് കുളിർമ നൽകുന്ന നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ പള്ളി കാണാത്തവരുണ്ടാവില്ല. നമ്മൾ ഈ വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ പോകുമ്പോൾ എല്ലാവരും കാണുന്നവരാണ്. പക്ഷേ പള്ളിയിൽ വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറി കണ്ടവരൊക്കെ വളരെ കുറവാണ് ഇക്കാരം. അപ്പോൾ ഈ വഴി യാത്ര ചെയ്യുന്നവരൊക്കെ ഈ പള്ളിയിലൊന്ന് ഇറങ്ങി കാണാൻ നല്ല കാഴ്ചയാണ്. അപ്പോൾ എനിക്ക് ഇത് നല്ലൊരു കാഴ്ചയായിട്ടും നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി അറിയിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.